ഹായ്, ഐ എം ഡോക്ടർ ആശ രാജീവ്. സമ്മർ സീസൺ നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങളും അതിൻ്റെ കുറച്ച് റെമഡീസിനെ കുറിച്ചൊരു വീഡിയോ ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ തന്നെയാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. അതായത് നമ്മുടെ സ്വെറ്റ് വഴി സോൾട്ട്, പൊട്ടാസ്യം ഉള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ വരുന്ന മസിൽ ക്രാംസ്, എസ്പെഷ്യലി കാഫ് മസിലും അബ്ഡോമിനിലും. പിന്നെ വരുന്നൊരു കാര്യമാണ് ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്. പിന്നെ അടുത്തൊരു കാര്യമാണ് നമ്മളുടെ ഈ സമയത്ത് വളരെ കോമൺ ആണ് ഫുഡ് ഇൻഫെക്ഷൻ വരിക എന്നുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബാക്ടീരിയാസ് മോം കണ്ടീഷനാണ് റാപ്പിഡായിട്ട് ഗ്രോ ചെയ്തത്. സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ കഴിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ മൂഡിൽ വരുന്ന വേരിയേഷൻസ് ആണ്. ലൈക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക, റെസ്റ്റ്ലെസ് ആവുക, പെട്ടെന്ന് ദേഷ്യം വരിക പോലുള്ള കാര്യം. ഇതിൻ്റെ റെമഡികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. റൂം ടെമ്പറേച്ചറുള്ള വെള്ളം തന്നെ നമ്മൾ കുടിക്കാൻ ശ്രമിക്കുക റാദർ ദാൻ കോൾഡ് വാട്ടർ. പിന്നെ അടുത്ത ഈറ്റ്, അതായത് ഹെൽത്തി ആയിട്ടും വളരെ ലൈറ്റ് ഫുഡും കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ എക്സസൈസും വളരെ ലൈറ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ വസ്ത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല, കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ പൾസ് പോയിൻറ്റ്സിനെ ടാർഗറ്റ് ചെയ്ത് നമ്മൾക്ക് പ്രോസസ്സിനെ കൂൾ ഡൗൺ ചെയ്യാൻ പറ്റും. ലൈക്ക് നമുക്കിപ്പോൾ ഒരു പനി വരുമ്പോൾ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് നമ്മുടെ കോട്ടൺ പാഡ്സ് വെക്കുന്ന പോലെ നമുക്ക് തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ഐസ് പാക്സോ നമ്മുടെ പൾസ് പോയിൻറ്റ്സിൽ വെച്ചിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾക്ക് ഗീ അഥവാ നെയ്യ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിനെ കൂൾ ഡൗൺ ചെയ്യാൻ സഹായിക്കുന്നത്. പിന്നെ ബട്ടർ മിൽക്ക് ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട റോള് പങ്കുവയ്ക്കുന്നു. പിന്നെ അടുത്ത് ടെൻഡർ കോക്കനട്ട് വാട്ടറും ഓൾസോ ഹെൽപ്സ് ടു ഹൈഡ്രേറ്റ് അവർ ബോഡി. പിന്നെ അടുത്ത് നമ്മുടെ സെൻസ് ഓർഗൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഐസ് അഥവാ കണ്ണുകൾ. അപ്പോൾ അതിനെ കൂൾ ഡൗൺ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനൊരു കോട്ടൺ പാഡ് റോസ് വാട്ടറിൽ സോക്ക് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുന്നത് ഈ സമയത്ത് നമ്മുടെ കണ്ണിനെ കൂൾ ഡൗൺ ചെയ്യാൻ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ശീതളി പ്രാണായാമം ഈ സമയത്ത് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു സോ മച്ച്.